അതുകൊണ്ട് നമ്മൾ നന്മ ചെയ്യണം. നമ്മൾ നന്മ ചെയ്യുന്നതാണ് കൊയ്തെടുക്കപ്പെടുന്നത്. തങ്ങൾ പറയാറുണ്ട്, ബിർറൂ ആബാഅകും തബുറുക്കും അബ്നാഉകും. നിങ്ങൾ നിങ്ങളുടെ ഉമ്മയോട് വാപ്പയോട് സൗമ്യമായി സ്നേഹത്തോടെ പെരുമാറണം. എന്നാൽ നിങ്ങളുടെ മക്കൾ നിങ്ങളോട് അങ്ങനെ പെരുമാറും. അല്ലെങ്കിൽ വൃദ്ധസ്ഥാനത്തിൽ കൊണ്ടാക്കി തരും. നിങ്ങൾ വ്യഭിചരിക്കാതിരിക്കണേ, എന്നാൽ നിങ്ങളുടെ ഭാര്യമാർ പരപുരുഷന്മാരുടെ അരികത്തേക്ക് പോകില്ല. നിങ്ങൾ നിങ്ങളുടെ ശരീരം സൂക്ഷിച്ചെങ്കിൽ നിങ്ങളുടെ പെണ്ണുങ്ങൾ ചാരിത്രശുദ്ധിയുള്ളവരായിരിക്കും. അല്ലെങ്കിൽ അവരെ ആരെങ്കിലും കണ്ണുവെക്കും. നിങ്ങൾ മറ്റുള്ളവരുടെ പെണ്ണുങ്ങളെ കണ്ണുവെച്ചാൽ നിങ്ങളുടെ ഭാര്യയെ മറ്റാരെങ്കിലും കണ്ണുവെക്കും. വഹൽ അൽ ജസാഉ മിൻ ജിൻസിൽ അമൽ. എന്താണോ നമ്മൾ ചെയ്യുന്നത് അതിന് തത്തുല്യമായിട്ടാണോ? ഇതൊക്കെ അള്ളാഹുവിന്റെ അദിലാണ്. ഇതൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്, നമ്മുടെ കണ്ണിൽ കാണുക. അള്ളാഹുവിന്റെ കലാമിന്റെ യാഥാർത്ഥ്യം. അള്ളാഹു മുഹൈമിനാണ് എന്ന റബ്ബിന്റെ ഇസ്മിന്റെ ഒരർത്ഥം അതാണ്. അള്ളാഹു മുഹൈമിനാണ്. അള്ളാഹു ഏതെല്ലാം വാഗ്ദത്തം ചെയ്തിട്ടുണ്ടോ, നന്മ ചെയ്യുന്നവർക്ക് ഇങ്ങനെയുണ്ട്, തിന്മ ചെയ്യുന്നവർക്ക് ഇങ്ങനെയുണ്ട്, അങ്ങനെ തന്നെ സംഭവിച്ച് നമുക്ക് കാണാൻ കഴിയും. സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അള്ളാഹു അവന്റെ കർമ്മങ്ങൾക്ക് നമ്മെ സാക്ഷികളാക്കുകയാണ്. അള്ളാഹു മുഹൈമിനാണ്. അള്ളാഹുവിന്റെ ഇസ്മിൽപ്പെട്ട ഒരു ഇസ്മല്ലേ അത്. ബിർറു ആബാഅകും. അതുകൊണ്ട് നിങ്ങളുടെ മക്കൾ നിങ്ങളോട് നല്ല നിലക്ക് പെരുമാറണം എന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ സ്വന്തം ഉപ്പയോട് ഉമ്മയോട് നല്ല നിലക്ക് പെരുമാറണമേ. നിങ്ങളുടെ മക്കളും പെൺമക്കളും നിങ്ങളുടെ ഭാര്യയും അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കണമെന്ന് ആഗ്രഹമുണ്ടോ, നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നന്മയിലേക്ക് മാറ്റം വരുത്തണം. മഹാനായ അല്ലാമ ഇബ്നുൽ മുസയ്യിബ് സഈദ് ഇബ്നുൽ മുസയ്യിബ് റഹ്മത്തുള്ളാഹി അലൈഹി മോനോട് പറയുന്നു, മോനെ, ഞാൻ ഒരുപാട് സുന്നത്ത് നിസ്കരിക്കുന്നുണ്ട്, അത് നിന്നെ വിചാരിച്ചിട്ടാണ്. യാ ബുനയ്യ, എന്താണ് ആ വാക്ക്? ഇന്നി ലഅസീദന്ന ഫീ സ്വലാത്തി മിൻ അജ്ലിക് റജാഅ അൻ നുഹ്ഫള ഫീക്. എന്നിട്ട് മഹാനവറുകൾ ഓതുകയാണ്, വകാന അബൂഹുമാ സ്വാലിഹാ. മഹാനായ സഈദ് ഇബ്നുൽ മുസയ്യിബ് റഹ്മത്തുള്ളാഹി അലൈഹി മദീനയിലെ 7 ഫുഖഹാക്കളിൽപ്പെട്ട പ്രഗൽഭനായ ഫഖീഹാണ്. മഹാനവറുകൾ പറയുന്നു, മോനോട്, മോനെ, ഞാൻ സുന്നത്ത് നിസ്കാരം ഇങ്ങനെ വർദ്ധിപ്പിക്കുന്നത്, ഞാൻ രാത്രിയിൽ തഹജ്ജുദ് നിസ്കരിക്കുന്നത്, ഞാൻ ഒരുപാട് നിസ്കാരം ചെയ്യുന്നത്, നീ എന്ന എന്റെ മകൻ എനിക്ക് സംരക്ഷണം കിട്ടണം, നീ കാരണം നീ സംരക്ഷിക്കപ്പെടണം. റജാഅ അൻ നുഹ്ഫള ഫീക. മോനെ, എന്റെ സൽക്കർമ്മങ്ങൾ നിനക്ക് നന്മയായി വരും. അതുകൊണ്ട് ഞാൻ ഏറെ നിസ്കരിക്കുന്ന നിസ്കാരങ്ങൾ അത് നിനക്ക് നന്മ വരാൻ വേണ്ടിയാണെന്ന് സ്വന്തം മകനോട് പറഞ്ഞ ഫഖീഹായ പണ്ഡിതൻ മദീനയിലെ പള്ളിയിൽ 40 വർഷം ഔവൽ ജമാഅത്തിനെ സംബന്ധിച്ചു എന്ന് ലോകത്തോട് പറയാൻ ധൈര്യപ്പെട്ട സഈദ് ഇബ്നുൽ മുസയ്യിബ് റഹ്മത്തുള്ളാഹി അലൈഹി, മാ ഫാതത്നി തക്ബീറത്തുൽ ഇഹ്റാമി ഫീ മസ്ജിദ് റസൂലില്ലാഹി മിൻ 40 സന. 40 വർഷമായി എനിക്ക് മദീന പള്ളിയിലെ ഇമാമിന്റെ പിറകിൽ എനിക്ക് ജമാഅത്തായി നിസ്കരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞ മഹാനാണിത്. മകന് വേണ്ടി സുന്നത്ത് നിസ്കാരങ്ങൾ വർദ്ധിപ്പിച്ചത്. അപ്പൊ നമ്മൾ നന്മ വർദ്ധിപ്പിച്ചാൽ നമ്മുടെ മക്കൾക്ക് അതുകൊണ്ട് ഉപകാരം ലഭിക്കുന്നുണ്ട്. എന്നിട്ട് ആ മഹാൻ തെളിവായ ആയത്തോതി, വകാന അബൂഹുമാ സ്വാലിഹാ. ആ യതീമക്കളുടെ ഉപ്പ സ്വാലിഹായ മനുഷ്യനായിരുന്നു. അതുകൊണ്ടാണ് 2 പ്രവാചകന്മാരുടെ കൈകളാൽ ആ പൊളിഞ്ഞു വീഴാറായ മതിൽ അള്ളാഹു നേരെ വെച്ചു കൊടുത്തത്. അമവി ഭരണാധികാരിയായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു, മഹാന്റെ ഒരു വാക്കുണ്ട്, സയ്യിദുസ് സാഹിദീൻ എന്നാണ് മഹാനെ കുറിച്ച് പറയാ. മാ മിൻ മുഅ്മിനിൻ യമൂതു ഇല്ലാ ഹഫിളഹുല്ലാഹു ഫീ അഖ്ബിഹി വഅഖ്ബി അഖ്ബിഹി. ഒരു മുഅ്മിനായ മനുഷ്യൻ മരിക്കുമ്പോൾ നമ്മൾ ഭയങ്കര പേടി. എന്താ? നമ്മൾ മരിച്ചാൽ നമ്മുടെ കുട്ടികൾ എന്താവും, അല്ലെ? നമ്മുടെ ഭാര്യ എന്താവും, നമ്മുടെ വീട് പണി എന്താവും, നമ്മുടെ കച്ചവടം എന്താവും, നമ്മുടെ പെങ്ങളുടെ കല്യാണം പിന്നെ ആര് നടത്തി കൊടുക്കും, ഉമ്മാക്ക് പിന്നെ ആരാ ഉണ്ടാവുക? ഇതൊക്കെ നമ്മുടെ വിഷമങ്ങളാണ്, വേവലാതികളാണ്. പക്ഷേ നമ്മളെ കണ്ടിട്ടൊന്നുമല്ല നമ്മളെ പെങ്ങളെയും കുട്ടികളെയും ഭാര്യയും ഒന്നും പടച്ചത്. ഇത് മാത്രം മനസ്സിലാക്കിയാൽ മതി. നമ്മളെ കണ്ടിട്ടല്ല അള്ളാഹു അവരെ പടച്ചത്. അവരുടെ റിസ്ക് അള്ളാഹു വേറെ വെച്ചിട്ടുണ്ട്. നമ്മൾ ആരും ഇല്ലെങ്കിലും അവരുടെ റിസ്ക് അള്ളാഹു, വമാ മിൻ ദാബത്തിൻ ഫിൽ അർളി ഇല്ലാ അലല്ലാഹി റിസ്ഖുഹാ വയഅലമു മുസ്തഖറഹാ വമുസ്തൗദഅഹ.
അള്ളാഹുവിനറിയാം എവിടെയാ താമസിക്കുക, എവിടെയാ മറവ് ചെയ്യപ്പെടുക. അള്ളാഹുവിനറിയാം എവിടെയാ മരിക്കാൻ പോണത്, എവിടെയായിരിക്കും ഒരു മനുഷ്യന്റെ ഖബർ ഒക്കെ അള്ളാഹു തീരുമാനിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അള്ളാഹു തീരുമാനിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അള്ളാഹു തീരുമാനിച്ചു കഴിഞ്ഞിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്. അതുകൊണ്ട് മാമിൻ മുഅ്മിനിൻ യമൂത്ത്, സത്യവിശ്വാസിയായ ഒരാൾ, ഈമാനുള്ള ഒരാൾ, യുക്തിവാദത്തിലേക്ക് പോകാത്ത ആള്, നിരീശ്വരവാദത്തിലേക്ക് പോകാത്ത മനുഷ്യൻ, ലാ ഇലാഹ ഇല്ലല്ലാഹയിൽ വിശ്വസിക്കുന്നവൻ മരിച്ചു കഴിഞ്ഞാൽ ഇല്ലാ ഹഫിളഹുല്ലാഹു ഫീ അഖ്ബിഹി, തന്റെ മക്കളിലും വഅഖ്ബി അഖ്ബിഹി, മക്കളുടെ മക്കളിലും അള്ളാഹു സംരക്ഷണം കൊടുക്കും. നമ്മൾ നന്നായാൽ മതി, ഇത്രയേ വിഷയമുള്ളൂ. നമ്മുടെ നിസ്കാരക്കൊന്ന് ക്ലിയർ ആക്കുക, നമ്മുടെ നോമ്പ്, നമ്മുടെ നിസ്കാരം, നമ്മുടെ വാക്കുകൾ, നമ്മുടെ ദിക്റുകൾ വർദ്ധിപ്പിക്കുക, നാവ് കൊണ്ട് നല്ലത് പറയാ, അസഭ്യങ്ങളും ആഭാസങ്ങളും ചെയ്യാണ്ടിരിക്കുക, പറയാണ്ടിരിക്കുക. നമ്മുടെ മക്കളെ അള്ളാഹു സംരക്ഷിക്കും. صلوا على النبي محمد وآله. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. ഒരുപാട് സ്വലാത്ത് നമ്മുടെ ഹബീബിന്റെ ഹളറത്തിലേക്ക് എത്തും. അള്ളാഹു എത്തിച്ചു കൊടുക്കട്ടെ, അവിടുത്തെ അള്ളാഹു സന്തോഷിപ്പിക്കട്ടെ.